ഇന്ത്യയെ കേരളത്തിൽ മുന്നോട്ട് വെച്ച പ്രകടന പത്രിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. കൊല്ലത്തെ പൗരപ്രമുഖരും പാർട്ടി നേതാക്കളും പങ്കെടുത്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ എയിംസ് വരുമെന്നും എൻഡിഎ അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ കൊള്ള നടത്തിയവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ വിവിധ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊല്ലത്തെത്തിയ ബിജെപി ദേശീയ അധ്യക്ഷൻ പങ്കെടുത്ത യോഗത്തിൽ നൽകിയ സന്ദേശം വികസനത്തിന്റേതാണ്. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും കേരളത്തിൽ എയിംസ് വരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ UPA സർക്കാരും NDA സർക്കാരും നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വ്യത്യാസവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. उस मैनिफेस्टो को संकल्प पत्र के रूप में हमने लिया है और हम ये सुनिश्चित करेंगे, चाहे वो हेल्थ सेक्टर्स हो, हमारा सपना है कि केरल स्टेट को पहला एम्स मिले, जिससे कि यहाँ के स्वास्थ्य के क्षेत्र में लोगों को दूर नहीं जाना पड़े और केरल स्टेट का अपना पहला एम्स हम देने के लिए अपना कमिटमेंट कर रहे हैं. കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമെന്ന് പറഞ്ഞ അദ്ദേഹം ശബരിമലയിൽ കൊള്ള നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് നടത്തുമെന്നും പറഞ്ഞു. सबरीमाला में जो हुआ है, जो आइसोलेशन रहा है, निश्चित रूप से मंदिर प्रशासन और उसके जुड़े हुए मुद्दों पर उठी चिंताएं को हम आने वाले समय में निश्चित रूप से एक फोरम बनाकर उसकी जांच भी कराने जा रहे हैं और साथ में मंदिरों के मामले में पारदर्शिता, जवाबदेही और श्रद्धालुओं के अधिक से अधिक भागीदारी सुनिश्चित करने का कमिटमेंट हम इस घोषणा पत्र में कर रहे हैं. LDFും UDFും ഒന്നാണ്. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി. ഇടതുവലതു മുന്നണികളുടെ അഴിമതിയുടെയും പ്രീണനത്തിന്റെയും ഭരണത്തിന് മാറ്റം വരണം. BJPയുടേത് വികസന രാഷ്ട്രീയമാണെന്നും രാഷ്ട്രമാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് അധ്യക്ഷനായ ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്, സംസ്ഥാന വക്താവ് കേണൽ S ഡിന്നി, കൊല്ലം ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളായ ഡോക്ടർ N പ്രതാപ് കുമാർ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, KR രാജേഷ്, സജി ഡി ആനന്ദ് തുടങ്ങി നിരവധി നേതാക്കളും കൊല്ലത്തെ പൗരപ്രമുഖരും പങ്കെടുത്തു. ജനം, കൊല്ലം.